കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ദിവസം പതിവ് പോലെ തിങ്കളാഴ്ച ദിവസം നമ്മുടെ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ കർത്താവ് നമുക്കിടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വന്നുയർന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മളൊരു ടോപ്പിക് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്നുള്ളത് ദ ലാസ്റ്റ് ഡേയ്സ് ആൻഡ് പെറിലസ് ടൈംസ്, അന്ത്യകാലവും ദുർഘട സമയങ്ങളും എന്നുള്ളതാകുന്ന വിഷയമാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. അന്ത്യകാലം ദുർഘട സമയങ്ങളെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചില ഐഡിയാസൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒരു പക്ഷേ അങ്ങനെയുള്ള ഐഡിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവരെ ഡിസപ്പോയിൻ്റ് ചെയ്യും എന്നാണ് എൻ്റെ ചിന്ത. നമ്മൾ അന്ത്യകാലമെന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് ചിന്തിക്കും. ദുർഘട സമയങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. അതിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലെടുക്കണം, എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഈ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അന്ത്യകാലം എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുവാൻ പോകുന്ന വേദഭാഗം തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായവും അതിൻ്റെ 4-ാം അധ്യായം 8 വരെയുള്ള വേദഭാഗങ്ങളായിരിക്കും. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായം 8 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് നിന്ന് നമ്മൾ മെയിൻലി ഒരു എക്സ്പോസിറ്ററി ക്ലാസ്സസ് ആയിരിക്കും. ഈ ഭാഗം ഒന്ന് എക്സ്പോസ് ചെയ്ത് പഠിപ്പാനായിട്ടാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ആ പ്രാരംഭ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. പൗലോസ് ആയിരിക്കുന്ന കാലഘട്ടം വളരെ പ്രയാസകരമാകുന്നൊരു കാലഘട്ടമാണ്. പൗലോസ് ഇപ്പോൾ റോമിൽ കാരാഗ്രഹത്തിലായിരിക്കുക. നമ്മൾ അങ്ങനെ ദൈവസഭയുടെ ചരിത്രത്തിൽ നിന്നും അല്ലാതെയുള്ള പാരമ്പര്യങ്ങളിൽ നിന്നുമൊക്കെ അത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ന്യായമായിട്ട് ഈ 2-ാമത്തെ ലേഖനം എഴുതുന്ന സന്ദർഭം റോമിൽ താനായിരിക്കുന്നു. അതിനൊക്കെ തെളിവുകൾ ഈ വേദഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. തിമോഥെയോസിന് എഫെസോസിൽ അവിടുത്തെ ശുശ്രൂഷകനായിരിക്കുന്ന തിമോഥെയോസിന് എഴുതുന്ന ലേഖനമാണ്, നമുക്കറിയാം. AD 64 ശേഷമാണ് ഇതെഴുതുന്നതെന്ന് നമുക്കറിയാം. AD 64 പ്രത്യേകത അല്ലെ സവിശേഷത എന്നുള്ളത് റോമിലുണ്ടായ ആ വലിയ തീപിടുത്തം, അല്ലെങ്കിൽ ആ തീപിടുത്തം ചെയ്തത് നീറോ കൈസർ. എന്നാൽ അതിൻ്റെ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ച് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു AD 64 ശേഷമുള്ള ആ കാലഘട്ടം. ആ സന്ദർഭത്തിൽ ദൈവസഭ വലിയ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. വലിയ ബുദ്ധിമുട്ടുകൾ ദൈവമക്കൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ പൗലോസ് അന്ത്യകാലമെന്നും ദുർഘട സമയങ്ങളെന്നൊക്കെ പറയുമ്പോൾ സഭ കടന്നുപോയതാകുന്ന ആ വലിയ പീഡകളെക്കുറിച്ചല്ല താൻ എഴുതുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നമ്മളവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. തിമോഥെയോസിനോട് താൻ പറയുകയാണ്, യു അണ്ടർസ്റ്റാൻഡ് ദിസ്, നീ ശരിക്കിത് മനസ്സിലാക്കണം. അന്ത്യകാലമെന്നുള്ളത് എല്ലായ്പ്പോഴും
സുവിശേഷത്തിന് അല്ലെ ദൈവജനത്തിന് അനുകൂലമാകുന്ന സാഹചര്യമല്ല. ദുർഘട സമയങ്ങൾ, പെരിലസ് ടൈംസ് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഉണ്ടാകും. അത് നീ അറിയണം. പൗലോസ് ഇത് പറയുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഈ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താന് അതിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ചങ്ങല ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. അപ്പോൾ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുകയാണ്. അതിൻ്റെ 1:15 നമ്മൾ വായിക്കുന്നു, ആസ്യക്കാർ എല്ലാവരും എന്നെ കൈവിട്ടു, നീയും എന്നോട് ചേർന്ന് കഷ്ടം അനുഭവിക്കുക എന്നൊക്കെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് നീ അറിയുക, അണ്ടർസ്റ്റാൻഡ് ദിസ് എന്ന് എംഫസൈസ് ചെയ്ത് പറയേണ്ടതിൻ്റെ ആവശ്യകതയല്ല. പൗലോസിന് ഇപ്പം ഉണ്ടായിരിക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമായിട്ടുള്ള വിഷയങ്ങൾ, അത് ചിലപ്പോൾ മാറും. അല്ലെങ്കിൽ ദൈവമക്കൾ കടന്നു പോകുന്ന പീഡനങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ടാകും. എന്നാൽ തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യം, എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം, അണ്ടർസ്റ്റാൻഡ് ദിസ്, ദർ വിൽ ബി ടെറിബിൾ ടൈംസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് നീ നന്നായിട്ടറിയണം. എന്ന് വെച്ചാൽ സുവിശേഷത്തിനോടുള്ളതാകുന്ന വിരോധം, അല്ലെ ദൈവജനത്തോടുള്ള വിരോധം, ക്രിസ്തുവേശുവിൽ ദൈവഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. അതിന് മാറ്റം വരികയില്ല, അതെല്ലാ സമയത്തും ഉണ്ടാകും എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ ഈ അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് ഈ 2000-ന് ശേഷമൊക്കെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ 1999 നിങ്ങൾക്കൊക്കെ അത് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ ചിന്ത. Y2K, ഇയർ 2000, അന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ വിമാനത്തിലൊന്നും യാത്ര ചെയ്യാൻ പാടില്ല എന്ന് വേണ്ട ഒത്തിരി പ്രശ്നങ്ങൾ. കാരണം കമ്പ്യൂട്ടറെല്ലാം അതിന് ഈ 2000 എന്നുള്ള സംഭവത്തിന് വേണ്ടി അത് പ്രോഗ്രാംഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മാൽ ഫങ്ഷൻസും കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ മാൽ ഫങ്ഷൻ ചെയ്യും, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നൊക്കെയുള്ളതാകുന്ന പ്രചരണങ്ങളൊക്കെ ഉണ്ട്. അതിനോടനുബന്ധിച്ച് ഈ 2000 ആണ്ടെന്നുള്ളതാകുന്ന ഏതോ ഒരു ഭയം മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായി. ആ കാലത്ത് ഈ 2000 ആണ്ടിനെ കുറിച്ച് ഉള്ളതാകുന്ന പ്രസംഗങ്ങൾ കേട്ട് സഭയിൽ വന്ന ചിലരെ എനിക്കറിയാം. ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേങ്കിൽ ഈ ഭാഗം റെഫർ ചെയ്യുമ്പോൾ ഈ ഏതോ ഒരു ഭീതിയൊക്കെ വന്ന് സഭയ്ക്കകത്ത് കയറി കൂടിയ ചിലരുണ്ട്. ശരിയാകുന്ന കൺവേർഷനൊന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. ലോകത്തിലുള്ളതിൻ്റെ ആ ബാഗേജ് എല്ലാം കൊണ്ടാണ് ഉള്ളിലോട്ട് വന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഈ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കണം. അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2000 ആണ്ടല്ല അന്ത്യകാലം. അന്ത്യകാലമെന്ന് വേദപുസ്തകം പുതിയ നിയമം വിളിക്കുന്നത് എന്തിനെയാണ്? പുതിയ നിയമം അന്ത്യകാലമെന്ന് വിളിക്കുന്നത് യേശു കർത്താവിൻ്റെ 1-ാമത്തെ വരവിനും 2-ാമത്തെ വരവിനും ഇടയിലുള്ള ആ എൻ്റയർ പീരീഡ്, ആ മുഴുവൻ കാലഘട്ടത്തെയും വേദപുസ്തകം വിളിക്കുന്നത് അന്ത്യകാലമെന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ മാത്രം ശരിയാകുകയില്ലല്ലോ. അതുകൊണ്ട് ചില വേദഭാഗങ്ങൾ നമ്മൾക്കൊന്ന് പെട്ടെന്നൊന്ന് കാണാം. അന്ത്യകാലമെന്ന് വേദപുസ്തകം വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ പുതിയ നിയമം വിളിക്കുന്നത് അന്ത്യകാലമെന്ന് വിശേഷിപ്പിക്കുന്നത്, പഴയ നിയമം അന്ത്യകാലമെന്ന് വിശേഷിപ്പിക്കുന്നത് പുതിയ നിയമകാലത്തെക്കുറിച്ചാണ്. ഞാൻ പെട്ടെന്ന് പറയാം. 1-2 വേദഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തലൻ ചെയ്യുന്ന ആ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അവിടെ
ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൂടിയ ആ ജനത്തോട് പത്രോസ് നടത്തുന്ന ആ പ്രസംഗത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പുതുവീഞ്ഞ് കുടിച്ചതൊന്നുമല്ല. പിന്നെ എന്താണിത്? 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 16 തൊട്ടൊന്ന് വായിക്കാമോ? നോക്കുക, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യോവേൽ പ്രവാചകൻ എന്താ പറഞ്ഞു? അതാണ് അടുത്തത് നമ്മൾ വായിക്കുന്നത്. യോവേൽ പ്രവാചകൻ പഴയ നിയമകാലത്ത് പ്രവചിച്ചു ഒരു കാലം വരാൻ പോകാം. ആ കാലഘട്ടത്തിൽ അന്ത്യകാലത്ത് എൻ്റെ ആത്മാവിനെ ഞാൻ എന്ത് ചെയ്യും? സകല ജഡത്തിന്മേലും പകരും. എന്നിട്ട് അപ്പോൾ ഇവർ പൊതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിക്കൂടിയ ആ ജനങ്ങളോട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ പുതുവീഞ്ഞ് കുടിച്ചതൊന്നുമല്ല. പിന്നെ എന്താ? ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ആ പ്രവചനം എന്താ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ അന്ത്യകാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് തുടങ്ങി കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് തുടങ്ങി, അല്ലെ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവസഭയുടെ ആ രൂപീകരണത്തോട് ബന്ധപ്പെട്ടാണ് എന്ത് ആരംഭിക്കുന്നത്? അന്ത്യകാലം. കർത്താവിൻ്റെ വരവ്, അല്ലെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് എന്നേക്കും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഇടയിൽ വസിക്കേണ്ടതിന് ഇറങ്ങി വന്ന ആ കാലഘട്ടത്തിന് ദൈവത്തിൻ്റെ വചനം വിളിക്കുന്ന പേരാണ് എന്ത്? അന്ത്യകാലം. അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 2000 ആണ്ട് തൊട്ടുള്ള കാലഘട്ടമല്ല. അന്ത്യകാലമെന്ന് പറഞ്ഞാൽ സഭ കാലയളവിന്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനും 2ാമത്തെ വരവിനും ഇടയിലുള്ള ആ എൻ്റയർ പീരീഡിന് വേദപുസ്തകം വിളിക്കുന്ന പേരാണ് അന്ത്യകാലം. 1-2 വേദഭാഗങ്ങളൂടെ ഒന്ന് ചൂണ്ടിക്കാണിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. പഴയ നിയമകാലഘട്ടത്തെക്കുറിച്ച് ആദ്യം പറയുന്നു. അതെങ്ങനെയാണ്? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അത് പഴയ നിയമകാലമാണ്. പിതാക്കന്മാരോട് എങ്ങനെയാണ്? ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. എന്നാൽ ഈ അന്ത്യകാലത്ത് ശ്രദ്ധിക്കണം, ഈ അന്ത്യകാലത്ത് അപ്പോൾ സഭാ കാലയളവിനെ പുതിയ നിയമം വിളിക്കുന്ന പേര് അന്ത്യകാലമെന്നാണ്. അന്ത്യകാലം. അനേക വേദഭാഗങ്ങളുണ്ട്. ഒരു വേദഭാഗം കൂടെ ഒന്ന് 2 വേദഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം അതിൻ്റെ അവിടെ അന്ത്യകാലമെന്നുള്ള വിശേഷണം പോലുമല്ല, ലോകാവസാനമെന്ന് എഴുതിയേക്കുന്നത്. ലോകാവസാനം, അതായത് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. 1 കൊരിന്ത്യർ 10:11. അത് പഴയ നിയമകാലത്തെ കുറിച്ച് പറയുക. അതായത് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച കാലത്തെ കുറിച്ച് പറയുക. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. എന്നാൽ ശ്രദ്ധിക്കണം, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്, പൗലോസ് പറയുകയാണ്, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നെ കൂടി ഇൻക്ലൂഡ് ചെയ്തേച്ച് പറയുകയാണ്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട്. അപ്പം ലോകാവസാനം, അന്ത്യകാലം. ഇനിയും യോഹന്നാൻ്റെ 1-ാം ലേഖനം ഒന്നെടുത്ത്, യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. യോഹന്നാൻ നോക്കുക, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു എന്നാ എഴുതിയത്. ഇത് 1-ാം നൂറ്റാണ്ടിൽ എഴുതുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. ദിസ് ഈസ് ദ ലാസ്റ്റ് അവർ.
ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലെ ലാസ്റ്റ് അവറാണിത്. എന്നിട്ട് പറയുകയാണ്, വായിച്ചേ. യെസ്, എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുക, ഇപ്പോൾ തന്നെ. അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്? 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ പറയുക, ഇപ്പോൾ തന്നെ എന്തുണ്ട്? എതിർ ക്രിസ്തു ഇപ്പൊ തന്നെ ഉണ്ട്. ഇത് അന്ത്യ നാഴികയാകുന്നു. അപ്പോൾ അന്ത്യകാലം എന്നൊക്കെ പറയുന്നത് ഈ എൻ്റയർ പീരീഡ്, കർത്താവിൻ്റെ 2 പ്രത്യക്ഷതകൾക്കിടയിലുള്ള ഈ മുഴുവൻ കാലഘട്ടം. എത്ര നാൾ പോകുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, 2000-ലധികം വർഷങ്ങൾ കഴിഞ്ഞു അന്ത്യകാലം എന്നുള്ളത്. പക്ഷെങ്കിൽ അത് എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഈ അന്ത്യകാലം, അപ്പോൾ അങ്ങനെയെങ്കിൽ പൗലോസും പത്രോസും യൂദാ അപ്പോസ്തലനും ഒക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടവും കൂടെ ചേർത്താണ് അന്ത്യകാലം എന്നതിനാൽ വേദപുസ്തകം അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് where is the promise of his coming, അവിടുത്തെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് പരിഹസിക്കുന്ന പരിഹാസികൾ വരും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യൂദാ അപ്പോസ്തലനും അത് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ഭാവി കാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പൗലോസ് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അന്ത്യകാലഘട്ടം, ദ എൻ്റയർ പീരീഡ് ഓഫ് ദ ചർച്ച് ഏജ്, അവിടെ എല്ലാം ഇപ്പോഴും വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളായിട്ടല്ല അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നതെന്ന് ഞാൻ പറയാം. കാരണം ഈ നമ്മളെപ്പോഴും കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് എന്തോ ഒരു കോലാഹലമായിരുന്നു. പിന്നെ രക്തചന്ദ്രൻ വന്നു, അത് വന്നു, ഇത് വന്നു, അയ്യോ അതിനെ പ്രതി എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. കുറച്ച് നാൾ മുമ്പേ സാദാം കുവൈറ്റിൽ കയറി എന്ന് പറഞ്ഞ് ഭയങ്കര കോലാഹലം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അല്ല വേദപുസ്തകം. അതിനെ ഒന്നും നമ്മൾ റിലേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവും വരാനില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് വിഷയം. അപ്പം ഇവിടെ നമ്മൾ അന്ത്യകാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കെങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർഡായിരിക്കാൻ കഴിയും, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. അല്ലാതെ ഈ രക്തയന്ത്രന്മാരെ കുറിച്ചൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും നമ്മൾ നേടാൻ പോകുന്നില്ല. അതല്ല നമ്മുടെ വിഷയം. ഈ പെരിഫറലായിട്ടുള്ള പുറമേയുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങളെ മാറ്റിയിട്ട് അതിനെ പെരുപ്പിച്ച് കാണിച്ച് അതിനെ സെൻസേഷണലൈസ് ചെയ്ത്, ചുമന്ന പശുവിനെ ഇസ്രായേലിൽ കണ്ടെന്നോ എന്ന് വേണ്ട, ഭയങ്കര സെൻസേഷൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സെൻസേഷണലൈസ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ പുറകെ പോയാൽ അത് കഴിയുമ്പം അതിൻ്റെ കൂടെ എല്ലാവരും പോവും. ഞാൻ പറഞ്ഞല്ലോ, 2000 ആണ്ടിൻ്റെ പ്രസംഗം കേട്ട് സഭയിൽ കയറിയ ചിലരുണ്ടത്. അയ്യോ, പിന്നെ അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ വരുന്ന പാട് ഉപദേശിമാരാകുന്ന ഞങ്ങൾക്കറിയാം. കാരണം എങ്ങനോ പേടിക്ക് ഇതിനകത്തങ്ങ് കയറിപ്പറ്റി. അപ്പോൾ ആ കാലത്ത് ചില പ്രസംഗങ്ങളുണ്ടായിരുന്നു. അറിയാം, പുഴുവൊക്കെ ഇങ്ങനെ വന്ന് മൂക്കിനകത്തൂടെ കയറി, ഇതൊക്കെ കേട്ട് പേടിച്ച് ചിലരൊക്കെ വന്നു സഭയിൽ. പക്ഷെങ്കിൽ ട്രൂ കൺവേർഷൻ അവരിൽ ഉണ്ടായില്ല. ശരിയാകുന്ന മാനസാന്തരം ഉണ്ടായില്ല. വീണ്ടും ജനിച്ചില്ല. ഇതിൻ്റെ ഉള്ളിലും കയറിയെന്നേ ഉള്ളൂ. മുങ്ങിപ്പൊങ്ങി അതിന് താഴവും എടുത്ത് ഇങ്ങനെ അങ്ങ് വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഇനിയും ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കട്ടെ. ഇത് താൻ ജീവിച്ചിരുന്ന കാലഘട്ടം കൂടെ ഉൾപ്പെടുത്തിയ പൗലോസ് പറയുന്നതെന്ന് വീണ്ടും ആ വേദഭാഗത്ത് തന്നെ തെളിവുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ത്യജിക്കുന്നവരുമായിരിക്കും. എന്നിട്ട് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പൊ അങ്ങനെയുള്ളവർ എപ്പോ ഉണ്ടായിരുന്നു? തിമോത്തിയോസിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? തിമോത്തിയോസ് എഫെസോസിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ വിട്ടൊഴിക എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു സിനാരിയോ, അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് വേദപുസ്തകം അന്ത്യകാലം എന്നതിനാൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. പൗലോസ് പറയുക, എന്നാൽ അന്ത്യകാലത്ത്, ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, നമുക്ക് ഇനിയും സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ സംശയം ഉണ്ടെങ്കിൽ ഞാനത് തീർക്കാൻ ബാധ്യസ്ഥനാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ 2 വരവിനും ഇടയിലുള്ള ആ മുഴുവൻ കാലഘട്ടത്തെയാണ് അന്ത്യകാലമെന്ന് വിളിക്കുന്നത്. അതിനൊരു സംശയവുമില്ല. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്ത് ചില സമയങ്ങൾ ദുർഘട സമയങ്ങളായിരിക്കും, പെറിലസ് ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ there will come times of stress. ഈ പെറിലസ് ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദുർഘട സമയങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുവാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം ഉപയോഗിച്ചിരിക്കുന്ന മറ്റു ചില വേദഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഗദര ദേശത്തെ ഭൂതഗ്രസ്തന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് ഉഗ്രന്മാരായിരുന്നു എന്നാണ് എഴുതിയേക്കുന്ന മലയാളത്തിൽ. അങ്ങനെയല്ലേ? ഏതെങ്കിലും ആ വേദഭാഗം എടുത്തവരൊന്ന് വായിച്ചേ. വായിച്ചേ. വന്നു. അത്യുഗ്രന്മാരായിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടാ. അത്യുഗ്രന്മാരായിരുന്നു. അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ്, ഹിംസ്ര ജന്തുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ആ ഒരു പ്രത്യേക കാര്യത്തെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദമാണ് ദുർഘട സമയങ്ങൾ എന്നതിനാൽ നമ്മുടെ ഭാഷാന്തരത്തിൽ നൽകപ്പെട്ട ആ പദം. അപ്പോൾ അന്ത്യകാലത്ത് ഈ എൻറ്റയർ പീരീഡ് ഓഫ് ചർച്ച് ഹിസ്റ്ററി ദുർഘട സമയങ്ങൾ ഉണ്ട്. എല്ലാ കാലഘട്ടവും ഒരുപോലല്ല. ആ ദുർഘട സമയങ്ങളെന്ന് പറയുമ്പോൾ സഭ നേരിടുന്ന വലിയ പീഡയുടെ കാലങ്ങളെക്കുറിച്ചല്ല പൗലോസ് ദുർഘട സമയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ പൗലോസ് ആദ്യം എഴുതിയേനെ. കാരണം നമുക്ക് ലഭിച്ച അറിവനുസരിച്ച് ഇത് AD 66, 67 ആ കാലഘട്ടങ്ങളിൽ എഴുതിയ ലേഖനമാണ്, അല്ലെ അതിനുശേഷം എഴുതിയ ലേഖനമാണ്. AD 64 അതിന് വ്യക്തമാകുന്ന ചരിത്രരേഖകളുണ്ട്. റോമിൽ ആ വലിയ തീയൊക്കെ നീറോ കൈസർ ഇട്ടത് തൻ്റെ ഭരണത്തിൻ്റെ തെറ്റായ പ്രവണതകളെ അതിലോട്ട് ആൾക്കാരുടെ ശ്രദ്ധ വരാതിരിക്കാൻ അവരുടെ പബ്ലിക് ഒപ്പീനിയൻ തിരിച്ചുവിടാൻ വേണ്ടി ഒരു ഇൻസിഡൻ്റ് ഉണ്ടാക്കിയതാണ്. അതായിരുന്നു റോമിലെത്തി AD 64. എന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം, അതിൻ്റെ കുറ്റം ക്രിസ്ത്യാനികളുടെ മേലെന്ത് ചെയ്തു? കെട്ടിവെച്ചു. അവരെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവസഭ വലിയ പീഡയിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. വലിയ പീഡനത്തിൽ കൂടെ അവർ കടന്നു പോകുക. അങ്ങനെ ഒരു കാലഘട്ടത്തിലും ദുർഘട സമയങ്ങളെന്നുള്ളതിനെ വിശേഷിപ്പിക്കുമ്പോൾ
പൗലോസ് സഭ കടന്നുപോയ പീഡയെക്കുറിച്ചല്ല പറയുന്നതെന്നുള്ളത് ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൂകമ്പങ്ങളെക്കുറിച്ചോ ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം എല്ലാ കാലത്തുമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നുമല്ല വിരൽ ചൂണ്ടുന്നത്. പിന്നെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. എന്നിട്ട് താൻ പറയുക, ഫോർ മെൻ വിൽ ബി. ചില ഭാഷാന്തരങ്ങളിൽ ഒരു സംയോജിത പദം ചേർത്താണ് അത് പറയുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. എന്തെന്നാൽ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും എന്ന് വെച്ചാൽ ആ ലിസ്റ്റ് അങ്ങ് പോകുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് ഞാനൊന്ന് പെട്ടെന്ന് അങ്ങ് പറയട്ടെ. ഒന്ന്, അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാ കാലയളവിനാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഈ സഭാ കാലയളവിൽ ചില കാലഘട്ടത്തിൽ പെറിലസ് ടൈംസ്, ദുർഘട സമയങ്ങളുണ്ട്. ഇനിയും ആ ദുർഘട സമയങ്ങളെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് പുറമേ നിന്ന് സഭ നേരിടുന്ന ഉപദ്രവങ്ങളല്ല, നേരെ മറിച്ച് അകത്തുള്ളതാകുന്ന ചില പ്രശ്നങ്ങളാണ്. അവരെന്താ ചെയ്യുന്നത്? താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തി എന്ത് ചെയ്യും? ത്യജിക്കുന്നവരാണ്. പിന്നെ പല കാര്യങ്ങളുണ്ട്, ഡിസപ്ഷൻസ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ വളരെ വിശദമായിട്ട് പിന്നീട് ചിന്തിക്കും. അത് അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക വിഷയം, സഭയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളിലേക്കല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്നത്. പിന്നെയോ ഭക്തിയുടെ വേഷം ധരിക്കുന്നുണ്ട്. പിന്നെന്താ? അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ദുർഘട സമയങ്ങളെന്ന് വേദപുസ്തകം വിളിക്കുന്നത്, അല്ലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിൻസിയർ, അതായത് അകമേ ഒന്ന് പുറത്ത് മറ്റൊന്ന്, ഹിപ്പോക്രസി, കപടഭക്തി, കാപട്യം. പ്രിയമുള്ളവരെ, നമ്മൾ വാട്ട് വി ആർ ബിഫോർ ഗോഡ് ഓൺ അവർ നീസ്, ദാറ്റ് വി ആർ ആൻഡ് നത്തിങ് മോർ. നമ്മൾ മനസ്സിലാക്കണം, അകമേ ഉള്ളിൽ നമ്മളെന്താ, അതാണ് സത്യത്തിൽ നമ്മൾ. ഇവിടെ പൗലോസ് പറയുക, ഈ പുറമേ ഉള്ള കാര്യങ്ങളല്ല വിഷയം, പിന്നെ അകമേ ഉള്ള കാര്യങ്ങളാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ദുർഘട സമയങ്ങളുടെ സവിശേഷതകൾ എന്താ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ദുർഘട സമയങ്ങളിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കാര്യവും വളരെ ഇമ്പോർട്ടൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ പൗലോസ് പറയുന്നു, അങ്ങനെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞു തുടങ്ങിയ മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന് പറഞ്ഞ് ആരംഭിക്കുക. അതുമാത്രമല്ല, നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം, അതും പൗലോസ് പറയുക. അതുകൊണ്ടാണല്ലോ അണ്ടർസ്റ്റാൻഡ് ദിസ് എന്നറിയുക, യു നോ ദിസ്, നീ ഇത് മനസ്സിലാക്കണം, നീ ഇത് ശരിക്കും തിരിച്ചറിയണം. അല്ലെങ്കിൽ നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീയും ഈ കുത്തൊഴുക്കിൽ പെട്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വേദഭാഗം അല്പം കൂടെ വ്യക്തമായിട്ട് ഒന്ന് ചിന്തിക്കാം. അതായത് നമുക്ക് സംഭവിക്കുവാൻ പോകുന്ന പുറമേ നിന്നുള്ള ഒരു വിപത്തിനെ കുറിച്ചല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഒരു വലിയ വിപത്തോ ഒരാപത്തോ ഒരു സുനാമി അടിക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, അല്ല നമ്മൾ മരണപ്പെടുമെന്നുള്ള വിഷയവുമല്ല.
പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം, ആ പാപത്തിൻ്റെ ആ പാപപങ്കിലമാകുന്ന ലോകത്തിൻ്റെ ആ ആറ്റിറ്റ്യൂഡ്, അത് നമ്മുടെ ഉള്ളിൽ കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. അതാ ഏറ്റവും വലിയ അപകടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ക്യാൻസർ വരുന്നതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതല്ല. ഏറ്റവും വലിയ അപകടം നമ്മുടെ ഉള്ളിൽ പാപം, ആ പാപത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം നമ്മിൽ ഇരിക്കുന്നത്, ആ വിഷയം, അതാ അപകടം. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. അപ്പോൾ ആ കാര്യത്തിനെതിരെ നമ്മൾ നിശ്ചയമായിട്ടും ജാഗരൂകരായിരിക്കണം. നമ്മൾ ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ വേർതിരിച്ചവരാ. ലോകത്തിൽ ഇതിനെ നർച്ചർ ചെയ്യുന്ന കാര്യങ്ങളായത്. ഈ സ്വസ്നേഹികളെന്നും പിന്നെ ദ്രവ്യാഗ്രഹികളെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇതിനെ പരിപോഷിക്കുന്ന കാര്യമാണ്. പക്ഷേ ലോകത്തിന് ചിലപ്പം സോക്കോൾഡ് ദൈവമക്കളെക്കാളും ഹയർ സ്റ്റാൻഡേർഡ് ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ വിഷയം. ഞാൻ പറയുന്ന വിഷയം, ഇത് ലോകത്തിൽ തഴച്ചു വളരുന്ന കാര്യങ്ങളായി പറഞ്ഞേക്കുന്നതെല്ലാം തന്നെ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. We are still capable of giving into that old habits. ഇല്ലേ? നമ്മളിപ്പോഴും നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേ? വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനാണ് കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ ലോകത്തിൻ്റെ ആ നീരാളിപ്പിടുത്തം നമ്മിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്നത്. അത് വളരെ വ്യക്തമാണല്ലോ. സഭയിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം അവർ ഭക്തിയുടെ വേഷം ധരിക്കും, പക്ഷെ അതിൻ്റെ ശക്തി എന്ത് ചെയ്യും? ദർ ഈസ് നോ ട്രൂ പവർ. എന്താ ട്രൂ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പവർലെസ് ക്രിസ്ത്യാനിറ്റി. എന്താ പവർലെസ് ക്രിസ്ത്യാനിറ്റി? പുറമേ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, പക്ഷെങ്കിൽ ഡീപ്പ് ഇൻസൈഡ് ഒരു ഡിഫീറ്റഡ് ലൈഫാണ്, പരാജയപ്പെട്ട ഒരു ജീവിതമാണ് ഇൻസൈഡ്. അതാണ് ഭക്തിയുടെ വേഷം ധരിക്കാൻ കഴിയും, പക്ഷെ എന്താണ്? ശക്തിയില്ല. പക്ഷെ ശക്തി വേണം. എന്തിന്? അകവും പുറവും ഒരുപോലെ ആയി തീരാനാണ് നമുക്ക് എന്ത് വേണ്ടത്? ശക്തി വേണ്ടത്. നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ആ കാര്യം വളരെ വ്യക്തമാണ്. പൗലോസോട് പറയുകയാണ്, അതായത് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പ്രോബ്ലം ഈസ് നോട്ട് ഔട്ട്സൈഡ് ദ ചർച്ച് ബട്ട് ഇൻസൈഡ് ദ ചർച്ച്. ദുർഘട സമയങ്ങൾ പുറത്തുള്ള കാര്യമല്ല, പിന്നെ എന്താ? അകത്തുള്ള കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ഇൻസൈഡ് ഉള്ളതാകുന്ന കാര്യമാണ്. ഈ ഇൻസൈഡ്, അതായത് സഭയെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് എൻ്റെ ചിന്തയിൽ നമ്മളിന്ന് പറയും, ലോകം ഒരു വലിയ വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരിയാണ്, ലോകം ഒരു വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതിന് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ ലോകത്തിൻ്റെ വഷളത്വത്തെ ഒരു പരിധി വരെ തടയുവാൻ ദൈവസഭയ്ക്ക് കഴിയുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. ഇല്ലേ? യേശു കർത്താവ് പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. കർത്താവ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡീക്കേയിങ് പ്രോസസ്സിനെ
അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ആര്? ദൈവമക്കൾ. ദൈവമക്കൾ ലോകത്തിൻ്റെ അശുദ്ധിയെ ഒരു പരിധി വരെ അതിനെ തടഞ്ഞു നിർത്താൻ ദൈവമക്കൾക്ക് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വഷളത്വത്തിലേക്ക് പോകുമ്പോൾ ഒരു പരിധി വരെ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പല സന്ദർഭത്തിൽ എൻ്റെ പേഴ്സണൽ ഉദാഹരണം പറയുന്നതിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ അയൽപക്കക്കാരൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അയൽപക്കക്കാരനാകുന്ന ഒരു പ്രിയപ്പെട്ടവൻ, ഹൈന്ദവനാണ്. അദ്ദേഹം പോലീസിൽ പോയി ചെറുപ്പം മുതലേ അറിയാവുന്ന കഴിഞ്ഞ തവണയും ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഒരിക്കൽ അദ്ദേഹം എൻ്റെ മുൻപിൽ വെച്ച് അറിയാതെ, പോലീസുകാരുടെ ഒരു ഭാഷയുണ്ടല്ലോ, വേറെ ആരോട് പറഞ്ഞു, അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു. എന്നിട്ട് പെട്ടെന്ന് അയ്യോ സോറി, നിങ്ങൾ ഇതൊന്നും പറയത്തില്ലല്ലേ, സോറി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഒരു കൊച്ചുദാഹരണം ഞാൻ പറഞ്ഞതാ. ഹൈന്ദവനാകുന്ന ആ പ്രിയപ്പെട്ടവന് എൻ്റെ സാന്നിധ്യം, ഞാൻ എന്തു ആകട്ടെ, അതല്ല വിഷയം, അതിനകത്തെ വിഷയം അതല്ല. ഞാനൊരു ദൈവവൈതലാണ് എന്ന ഒരു ചിന്ത അവന് തോന്നിയിട്ട് അവൻ പറയാൻ വന്ന കാര്യം ഇടയ്ക്ക് വെച്ച് നിർത്തി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കളായിരുന്നാൽ ഈ ഡീക്കേയിങ് പ്രോസസ്സിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതേസമയം നമ്മളും അവരുടെ കൂടെ ചേർന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മളും അതിനകത്ത് പെട്ടുപോകുകയാണ്. നമ്മളെ ദൈവമാക്കി വച്ചിരിക്കുന്നത് വി ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത്. നമ്മൾ ലോകത്തിൻ്റെ ഉപ്പാണ്, അല്ലേ? പിന്നെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ലോകത്തിൻ്റെ എന്താ? വെളിച്ചമാണ്, വിളക്കാണ്. അപ്പോൾ ആ വെളിച്ചം നന്നായിട്ട് പ്രകാശിക്കാൻ തുടങ്ങിയാൽ പല കാര്യങ്ങൾക്കും ഒരു പരിധി വരെ, അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ ഈ പോക്കിന് ഒരു പരിധി വരെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നവർ ഉത്തരവാദികളാണെന്ന് സാരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് അത് വളരെ 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 സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ദിവസവും നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. ഓരോ ദിവസവുമല്ല, ഓരോ മിനിറ്റും നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഉള്ളും പുറമേ ഉള്ളതും ഒരുപോലെ ആയി തീരാൻ ദൈവകൃപ ആവശ്യമാണ്. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആകാൻ. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് യേശു കർത്താവ് എത്രത്തോളം ട്രാൻസ്പെറൻ്റ്, യേശു കർത്താവിൻ്റെ ജീവിതം എത്രത്തോളം സുതാര്യമായിരുന്നു, അത്രത്തോളം ഒരു റിഡീംഡ് സിന്നറായിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ഒരു പാപിക്ക് എത്രത്തോളം അതിനോട് താതാത്മ്യപ്പെടാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് ആയിത്തീരണമെന്നുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ വരണം. ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ വരണം. ദൈവത്തിൻ്റെ വചനം വളരെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുക. സോ ഈ ദുർഘട സമയങ്ങളുടെ പ്രശ്നം പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല, നേരെ മറിച്ച് അകത്തുള്ള പ്രശ്നമാണെന്ന് സാരം. അന്ത്യകാലത്തുള്ള ദുർഘട സമയങ്ങൾ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഇൻസിൻസിയറിറ്റി ഓഫ് ദ ക്രിസ്ത്യൻസ് ദംസെൽസ്. അതായത് അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ആകട്ടെ, നമ്മൾ ഈ വേദഭാഗം ഒന്നുകൂടെ ആഴത്തിലേക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 2 മുതൽ 4 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനുഷ്യരാണ് ഈ ദുർഘട സമയങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, എന്നിട്ട് പറയുക മനുഷ്യർ സ്വസ്നേഹികൾ. അപ്പോൾ ഈ ദുർഘട സമയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് മനുഷ്യരാണ്.
ഇനിയും മനുഷ്യരെന്താ ചെയ്യുന്നത്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ലവേഴ്സ് ഓഫ് സെൽഫ്. അവര് സ്വസ്നേഹികളാണ്. എന്നിട്ട് ഏകദേശം 19 വാക്കുകൾ, 19 കാര്യങ്ങൾ പറയുകയാണ്. ഇന്നതൊക്കെ ആയിരിക്കും. ഈ 19 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ 4 സ്നേഹത്തോട് ചേർത്താ പറഞ്ഞേക്കുന്നത്. സ്നേഹത്തോട് ചേർത്താ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കായിട്ടുള്ള പ്രശ്നം, അവർ ലവ് ഈസ് മിസ്ഡിറക്റ്റഡ്. ഈ ദുർഘട സമയങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ പ്രിയം, നമ്മുടെ സ്നേഹം അത് മിസ്ഡയറക്റ്റഡ് ആയിപ്പോയി. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഹാർഡ് മീറ്റാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. എക്സ്പോസിറ്ററി ടീച്ചിങ്സാണ് നമ്മൾ ഈ ഭാഗമായി എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ 19 ഞാൻ അതെല്ലാം ഓരോ വാക്കും എടുത്ത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ചിന്തിച്ചേ. 4 കാര്യങ്ങൾ പറയുന്നത് സ്നേഹത്തോട് ചേർത്താ പറയുന്നത്. ഒന്ന്, നമ്മളത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ സ്നേഹമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ മിസ്ഡിറക്ഷനാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് അതിൻ്റെ ഈ അവസാന ഭാഗം, ഈ ആ ലിസ്റ്റിൻ്റെ അവസാന ഭാഗം ആദ്യം തുടങ്ങുന്നത് സ്വസ്നേഹികളെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം 4-ാം വാക്യം, അവർക്ക് എന്തില്ല. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണം. അവർക്കെന്തില്ല? ദൈവസ്നേഹമില്ല. പിന്നെ എന്താ ഉള്ളത്? സ്വസ്നേഹമുണ്ട്. സ്വസ്നേഹികളാണ് അവര്. They are lovers of self. They don't love God. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സ്നേഹത്തിന്റെ മിസ്ഡിറക്ഷനാണ്. സ്നേഹിക്കേണ്ട ഒബ്ജക്റ്റ്, അതിനോട് അവർക്ക് സ്നേഹമില്ല. സ്നേഹിക്കരുതാത്തവയെ അവ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. ഇതാ ദുർഘട സമയങ്ങൾ. ഇതിൻ്റെ എലമെൻറ്റ്സ് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. അതാ വിഷയം. അതാ നമ്മൾ ഈ ബൈബിൾ ക്ലാസ് വെച്ചേക്കുന്നത്. ഇത് നമ്മളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്നേഹം എങ്ങോട്ടാ പോയേക്കുന്നേ? ഇത് നമ്മളെ തന്നെ ശോധന ചെയ്യണം. അപ്പോൾ ഈ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത മിസ്ഡിറക്റ്റഡ് ലവ്. അതാ പ്രധാനപ്പെട്ട വിഷയം. അവരെങ്ങനെയൊക്കെയാ? അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ സ്നേഹിക്കാതെ അവർ സ്വസ്നേഹികളാണ്. അവർ ദ്രവ്യപ്രിയരാണ്. പിന്നെ അവർ ഭോഗപ്രിയരാണ്, അല്ലെങ്കിൽ ലവേഴ്സ് ഓഫ് പ്ലഷർ, എൻ്റർടൈൻമെൻറ്റ്. ഇതൊക്കെയാണ് അവർക്ക് വിഷയം. അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ആദ്യവും അന്തവും ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സ്വസ്നേഹികളാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവർ ദൈവപ്രിയരല്ല, ദൈവത്തോട് അവർക്ക് സ്നേഹമില്ല, അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ, ഇതിൻ്റെ ഇടയിലുള്ളതെല്ലാം കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് റിലേഷൻഷിപ്സ്. നോക്കി, എവിടെ തുടങ്ങി? സ്വസ്നേഹികളായിട്ട് തുടങ്ങി. അവർ ദൈവപ്രിയമില്ലാത്തവരാണ്. അത് നിമിത്തം സത്യത്തിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വസ്നേഹികളായി തീർന്നതാണ് സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. പിന്നെ എന്തുവാ? വമ്പ് പറയുന്നവർ. പിന്നെ
അഹങ്കാരികൾ, ദൂഷകന്മാർ, എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ അവിടുന്നാണ് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത്. എവിടുന്നാ? സസ്നേഹത്തിൽ നിന്ന്, സെൽഫിഷ്നെസ്സിൽ നിന്ന്, സ്വാർത്ഥ സ്നേഹത്തിൽ നിന്ന്. എന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം, അതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം തുടങ്ങുന്നേ. എന്നെയാണ് എനിക്കിഷ്ടമെങ്കിൽ ഞാൻ മറ്റാരെയും കാണുന്നത് എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കി എല്ലാവരും എൻ്റെ ആ ഇഷ്ടം സാധിക്കാനുള്ള വഴികളാണ്. എനിക്ക് അവരോട് വലിയ സ്നേഹമൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല. പക്ഷേ പിന്നെ അവരെ ഞാൻ വെച്ചേക്കുന്നത് എന്തിനാ? എൻ്റെ കാര്യം നടക്കണം. നോക്കിയേ, ആ ഡീക്കേയിങ്, ആ ദുർഘട സമയങ്ങളെന്ന് പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് എന്തിനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചേ. ഡീക്കേയിങ് ഓഫ് ഇൻസൈഡ്. അതാണ് അന്ത്യകാലത്തിൻ്റെ സവിശേഷതയാണ്. ഞാൻ മറ്റു ചില കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം സന്ദർഭവശാൽ. എന്നാൽ ഈ കാര്യം തന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് അവസാനിപ്പിക്കാം. എൻ്റെ സമയം തീരുകയാണ്. മാത്രമല്ല ഇത് ഹാർഡ് സ്റ്റഫാണെന്ന് എനിക്കറിയാം. സാധാരണ നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളല്ല. സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാറുമില്ല. കാരണം എളുപ്പം മിഡിൽ ഈസ്റ്റിൽ എത്ര ഓയിൽ ഉണ്ടെന്നൊക്കെ പറയുന്ന കാര്യമാണ് എളുപ്പം. അതിന് വലിയ ഹോംവർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ ഈ ശരിയാകുന്ന വിഷയങ്ങളിൽ നിന്ന് അങ്ങ് മാറുകയാണ്. പെരിഫറലായിട്ടുള്ള വിഷയങ്ങളിലേക്ക് അങ്ങ് പോകുകയാണ്. അത് നമുക്കൊരു ഗുണവും ചെയ്യത്തില്ല. നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങത്തില്ല. നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നത് ഇതിങ്ങനെയാണ്. ഇതാണ് നമ്മളെ തന്നെ സെർച്ച് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിലൂടെയാണ് കർത്താവേ എന്നെ നന്നായിട്ട് പരിശോധിക്കണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് നമ്മൾ പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ. കാരണം നാം മനസ്സിലാക്കണം, നമ്മൾ 2015 കഴിഞ്ഞെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു വയസ്സൂടെ കൂടിയെന്നല്ല നമ്മുടെ വിഷയം, ഇച്ചിരൂടെ പ്രായമായെന്നല്ല. നോ, നമ്മൾ ഒരു വർഷം കൂടെ കർത്താവിൻ്റെ നാളിനോട് അടുത്തെന്നുള്ള സന്തോഷമാണ് നമുക്കുണ്ടാകേണ്ടത്. സത്യത്തിൽ അതാണ് നമുക്കുണ്ടാകേണ്ടത്. വർഷങ്ങൾ കഴിയുന്തോറും, നാളുകൾ കഴിയുന്തോറും ആ സന്തോഷം നമ്മളുണ്ടാകണം. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തോട് അടുത്തു. എത്ര സന്തോഷമായിരിക്കും അത്, അല്ലേ? അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എത്ര ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ആകട്ടെ, വി ആർ നിയറർ ടു ദ ലോർഡ് ദാൻ യെസ്റ്റർഡേ. അതുകൊണ്ട് നമ്മൾ വളരെ നമ്മുടെ പ്രവാസകാലം എന്ത് ചെയ്യണം? ഭയത്തോടെ കഴിക്കണം. ഇനി എത്ര കാലം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. എത്ര കാലമാകട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. എത്ര കാലമുണ്ടോ അത്രയും കാലം നമുക്ക് കർത്താവിന് വേണ്ടി ജീവിപ്പാനായിട്ട് കഴിയണം. ഇവിടെ ഈ വിഷയങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ സെൽഫ് ലവ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ ഇത് പല പൊതിഞ്ഞൊക്കെ ഇങ്ങനെ പലരും മാർക്കറ്റ് ചെയ്യാറുണ്ട്. ഈ സെൽഫ് ലവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ സെൽഫ് ലവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ സ്പിരിച്വൽ ഡിസപ്ഷനോട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അത് തന്നെ ഒരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇതിനോട് ബന്ധപ്പെട്ട വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ദോഷത്തിൽ മുതിർന്നു വരും. അന്ത്യകാലത്തിൻ്റെ വേറൊരു സവിശേഷതയാണ്. അപ്പോൾ അത് ഒരു ക്ലാസ്സായിട്ട് നമ്മൾ എടുത്തേ പറ്റും, വളരെ ആവശ്യം. എന്നാൽ ഈ പല കാര്യങ്ങളും നമ്മുടെ ആ സെൽഫ് ലവിനോട് അല്ലെ അതിനെ റിവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, നമ്മൾ അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല, ഇത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട്, കർത്താവേ ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ആരാധിച്ച് പിന്നെന്ത് ചെയ്യണം?
അപ്പോൾ ആരാധന എന്തിനു വേണ്ടിയിട്ടാ? വിടുതൽ. എന്തോ ഈ വിടുതലെന്ന് നമ്മൾ കരുതുന്നത് എന്താ? വിടുതലെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇവിടെ സുഖമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകാനുള്ള ഒരു പദ്ധതി. അപ്പോൾ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പിന്നെ നമ്മുടെ ഇടയിൽ ഒത്തിരി പാട്ടുണ്ട്. ഹിന്ദി, ഞങ്ങൾ അവിടെ ബോംബെയിലൊക്കെ ഹിറ്റൊരു പാട്ടുണ്ട്, സ്തുതി ആരാധന ഊപ്പർ ജാതി. പിന്നെ ആശിഷ് എന്ത് വരും, അതൊരു ഹിറ്റ് പാട്ടായിരുന്നത്. അപ്പോൾ സ്തുതി ആരാധന എന്തിനു വേണ്ടിയിട്ടാ? ആശിഷ് ഇങ്ങോട്ട് നോക്കി, ആ സെൽഫിഷ്നെസ്, സെൽഫ് ലവ്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാ? സെൽഫിഷ്നെസ്, സെൽഫ് ലവ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അപകടങ്ങളിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാണ്. നമ്മൾ ചെയ്യുന്ന പല ആത്മീക പരിവേഷമുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വാർത്ഥ സ്നേഹത്തെ പരിപോഷിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ സ്വാർത്ഥ അല്ലെങ്കിൽ സെൽഫ് ലവിനെ പരിപോഷിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമെന്ന. എന്നാൽ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പിന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സെൽഫ് ലവ് അല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സെൽഫ് എസ്റ്റീം അല്ല, സ്വയ ബഹുമാനവുമല്ല. ഇതൊക്കെ ലോകത്തിൻ്റെ സൈക്കോളജിയാണ്. ലോകത്തിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, എസ്റ്റീം യുവർ സെൽഫ്. ഇതൊക്കെയാണ് ലോകത്തിൻ്റെ സൈക്കോളജി. എന്നാൽ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്താ. ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഗലാത്യ ലേഖനം 2:20, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ തീർന്നു. പ്രിയപ്പെട്ടവരെ, ശരിയാകുന്ന വീണ്ടും ജനനത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? ഞാൻ അവസാനിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുകയാന്നേ. ഞാനതായി പറഞ്ഞു വരുന്നത്, ഈ അന്ത്യകാലത്തിൻ്റെ ദുർഘട സമയങ്ങളുടെ സവിശേഷ സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ പരിപോഷിപ്പിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ പിശാച് സഭയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഞാൻ എന്നെ അല്ല എസ്റ്റീം ചെയ്യേണ്ടത്. പിന്നെ ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്നിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്നേക്കാൾ എൻ്റെ സഹോദരനെ ഞാൻ എന്തെന്നും ശ്രേഷ്ഠനെന്നും. മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവസഭയുടെ സ്റ്റാൻഡേർഡ് ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യത്യസ്തമാണ്. ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് സ്വസ്നേഹമെന്നുള്ളത്. ദൈവസഭയുടെ സ്റ്റാൻഡേർഡ് അല്ല. ന്യായപ്രമാണ കാലത്ത് അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ എന്തായിരുന്നു എന്നറിയാമോ? സ്വയസ്നേഹമായിരുന്നു ഏറ്റവും വലിയ സ്നേഹം. ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയ സ്നേഹം സ്വസ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. ആരോടാ പറഞ്ഞത്? കോമൺ പബ്ലിക്കിനോട് പറഞ്ഞു. നമുക്കറിയാമല്ലോ. അപ്പോൾ അവൻ ചോദിച്ചു, എൻ്റെ അയൽക്കാരൻ ആരാ? നമുക്ക് സംഭവങ്ങളൊക്കെ അറിയാം. എന്നാൽ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാനല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കണം?
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. സ്റ്റാൻഡേർഡ് വ്യത്യാസമാണ് ശിഷ്യൻ്റേത്. സസ്നേഹമല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. എന്നെ പോലെ അല്ല ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ? കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ. മനസ്സിലാകുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് മാറുകയാണ്. കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയുന്നത് എന്നാണെന്നറിയോ? കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ജെൻഡർ ഡിഫറൻസ്. അവിടെ സൈക്കോളജിയാ വിഷയം. പുരുഷൻ ചിന്തിക്കുന്നത് വേറെ, സ്ത്രീ ചിന്തിക്കുന്നത് വേറെ. അതാണ് പ്രശ്നം. പുരുഷൻ്റെ നേച്ചർ വേറെയാണ്, സ്ത്രീയുടെ നേച്ചർ വേറെയാണ്. അവളുടെ സൈക്കോളജി വേറെ, അവൻ്റെ സൈക്കോളജി വേറെ. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഡിഫറൻസിൻ്റെ മേൽ എന്ത് ചെയ്യുക? കുടുംബ പ്രശ്നങ്ങളെ കെട്ടിവെക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ല പ്രശ്നം. അതല്ല പ്രശ്നം. ദൈവം തന്ന സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ വരാമെങ്കിൽ പ്രശ്നം മാറും. എന്താ സ്റ്റാൻഡേർഡ്? അവിടെ സൈക്കോളജിക്കൽ ഡിഫറൻസ് ഒന്നും അല്ല നമ്മൾ വായിക്കുന്നത്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരും എങ്ങനെയാ? അതൊക്കെ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അതിനു മുമ്പേ അന്യോന്യം കീഴടങ്ങുവീനെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. 19-ാം വാക്യം ആകട്ടെ. എന്നിട്ട് താഴോട്ട് പറയുന്നത് ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. നോക്കിയേ, സ്റ്റാൻഡേർഡ് നോക്കിയേ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് സ്വന്തം ശരീരത്തെ ആരും പകച്ചിട്ടില്ല. അത് ശരീരത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ പറയാണ് ക്രിസ്തു. നോക്കി, ആ സ്റ്റാൻഡേർഡ് മാറുകയാണ്. സ്വസ്നേഹമാണ് പ്രശ്നം. കുടുംബത്തിലെ പ്രശ്നത്തിൻ്റെ കാരണം സ്വസ്നേഹമാണ്. സഭയിലെ പ്രശ്നത്തിൻ്റെ കാരണമോ? അതും സ്വസ്നേഹമാണ്. കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ ആ പ്രശ്നത്തിൻ്റെ കാരണം സ്വസ്നേഹമാ. ദുർഘട സമയത്തിൻ്റെ കാരണം സ്വസ്നേഹിയായി തീർന്നതാ. അതുകൊണ്ട് ഇതിന് പരിഹാരം എന്താ? അതിൻ്റെ പരിഹാരം ദൈവസ്നേഹത്തിലേക്ക് ദൈവമക്കൾ വരിക എന്നുള്ളത്. അതിനുള്ള പ്രൊവിഷൻ ദൈവം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രൊവിഷൻ? ആ പ്രൊവിഷൻ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം 5:5, റോമൻസ് 5:5, 5:5. നോക്കുക, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ നമ്മൾ കേപ്പബിൾ ആണ്. എന്തിന്? സ്വസ്നേഹം മാറിയിട്ട് ദൈവസ്നേഹത്തിൽ കാര്യങ്ങളെ കാണാൻ. വി ആർ കേപ്പബിൾ. നമ്മുടെ വീണ്ടും ജനനത്തിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായപ്പോൾ ഇൻബിൽറ്റായിട്ടുള്ള ഘടകമാണ് എന്ത്? ദൈവസ്നേഹം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ആത്മീകമായിട്ട് നമ്മൾ നന്നാകെങ്കിൽ നമ്മുടെ കുടുംബജീവിതം നന്നാകും. അടുത്ത കാലത്ത് ആരോ പറയുന്നത് കേട്ടോ, എനിക്കത് അന്നേരം ഖണ്ഡിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും അത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ആത്മീകത നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നോ 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 ഐ ബെഗ് ടു ഡിഫർ. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ആത്മീകത കളഞ്ഞു കുളിച്ചതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അതിലേക്ക് മടങ്ങി വരണം. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്ത്യകാലത്ത് എന്തുണ്ട്? ദുർഘട സമയങ്ങളുണ്ട്. മനുഷ്യൻ എന്തായിത്തീരും? സ്വസ്നേഹികളും ദ്രവ്യസ്നേഹികളുമാകും. സ്വസ്നേഹം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ചിന്ത എന്താ? എനിക്ക് എല്ലാം എനിക്ക്. എന്നെ റിവോൾവ് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം പോകുന്നേ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അന്ത്യകാലത്തിൻ്റെ സവിശേഷത, ദുർഘട സമയങ്ങളുടെ സവിശേഷത അത് നമ്മിലും
വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വലുത് അതല്ല. നമുക്ക് വലുത് ഈ ശരീരത്തിന് പരിപോഷിപ്പിക്കാൻ ഈ ലോകത്തിൽ അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ വേണം നമുക്ക്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊവിഷൻസ് നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനാകുന്ന പിതാവ് അറിയുന്നല്ലോ. പക്ഷേ അതിൻ്റെ പുറകെ നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. ആ വക ആരാ അന്വേഷിക്കുന്നത്? ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണെന്ന്. ഇന്ന് അതിനെയാണ് പരിപോഷിപ്പിക്കുന്നത്. എല്ലാം അതിനെ പരിപോഷിപ്പിച്ച ടൈത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്നാ? ടൈത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 വെച്ചാൽ 10 കിട്ടും. അതിനാ കൊടുത്തോ? എല്ലാം സ്വാർത്ഥത, സ്വാർത്ഥ സ്നേഹം. കൊടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കേൾക്കുന്നത് ഇതാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഈ ദുർഘട സമയങ്ങളുടെ ഒരാത്മാവിൻ്റെ വ്യാപാരമാണിത്. കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിർബന്ധത്താൽ അരുത്. പിന്നെ പറഞ്ഞു വരുന്നത്, ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ. അല്ലാതെ ദൈവം ആർക്കും കടക്കാനല്ലെന്നും പാട്ടിൻ്റെ എന്തെല്ലാം പരിപാടികളാണ്. അയ്യോ, ഇതെല്ലാം തന്നെ ഈ ഒരു സ്പിരിറ്റാണ്. ദ സ്പിരിറ്റ് ഓഫ് ദ ഏജ്. ഈ ദുർഘട സമയങ്ങളുടെ സ്പിരിറ്റാണ്. അതിൽ നിന്ന് നമ്മൾ മാറണം. അതുകൊണ്ടാണ് പത്രോസിനെ റെസ്റ്റോർ ചെയ്യുന്ന സന്ദർഭത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പത്രോസേ, നീ ചുമ്മാതെ എടുത്ത് അടി വർത്താനമൊന്നും പറയാതെ ചൊവ്വേ നേരെ വർത്താനമൊക്കെ പറയണം. നിന്നെ ഞാൻ എൻ്റെ അപ്പോസ്തലനാക്ക് നിയമിച്ചല്ലേ. മീൻ പിടിക്കാനൊക്കെ പോയി, ശരിയാ, മടങ്ങി വന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും റെസ്റ്റോർ ചെയ്തു. നീ തള്ളിപ്പറഞ്ഞു, നീ ചുമ്മാതെ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി നിന്ന് ആവശ്യമില്ലാത്ത സംസാരത്തിലൊക്കെ നീ ഏർപ്പെട്ടതുകൊണ്ട്, അതുകൊണ്ട് ഇനി അതൊക്കെ നീ അല്പം ഒന്ന് സൂക്ഷിക്കണം. കുറച്ച് ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് എന്നല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ തൊലി രക്ഷിക്കുന്ന സ്നേഹമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഇവനും അവൻ്റെ കൂട്ടത്തിൽ ഉള്ളവനാന്ന് പറഞ്ഞു, അയ്യോ പ്രാകുവാൻ തുടങ്ങി. ഞാൻ അവനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അതിൻ്റെ കാര്യം എന്നാ? തൊലി രക്ഷിക്കണമായിരുന്നു, സ്വസ്നേഹമായിരുന്നു കാരണം, അല്ലേ? അവിടുന്ന് കർത്താവ് അവനെ റെസ്റ്റോർ ചെയ്തപ്പോൾ എന്താ പറയുന്നത്? ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം ചോദിച്ചു. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഉള്ളിൽ നൊന്തു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, അവിടുന്ന് അറിയുന്നല്ലോ. അത് പറയാൻ നമുക്ക് കഴിയുമോ ഈ രാത്രി? ലോർഡ്, യു നോ, ഞാൻ എന്താണെന്ന് അങ്ങേക്കറിയാം. ഒരു മുഖംമൂടിയുടെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. ലോർഡ്, യു നോ മൈ ഹാർട്ട്. ഞാൻ ആരാന്ന് അങ്ങേക്കറിയാം, ഞാൻ എന്താണെന്ന് അങ്ങേക്കറിയാം, എൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് അങ്ങേക്കറിയാം. എന്നെ ഒന്ന് റെസ്റ്റോർ ചെയ്യണമേ. ഈ കുത്തൊഴുക്കിൽ പെട്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നെനിക്കറിയാം. എനിക്കതിൽ ആയിപ്പോകാൻ താല്പര്യമില്ല. അവയെ വിട്ടൊഴിയാനാണ് എൻ്റെ താല്പര്യം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.